ലിയോ, ഞാൻ കാണുന്നത് ജൂൺ മാസത്തില് എന്തോ ഒരു വലിയ തീരുമാനം നിങ്ങൾക്ക് എടുക്കാണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. അതിന്റെ കാരണം നിങ്ങൾ കുറെ ബ്ലോക്ക്ഡ് ആയി ഫീൽ ചെയ്യണു, കാര്യങ്ങൾ മുമ്പോട്ട് പോണില്ല. ഈ തീരുമാനം എടുക്കണ വേറെ നിങ്ങൾ ഇങ്ങനെ തന്നെ ബ്ലോക്ക്ഡ് ആയി ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ഈ ബ്ലോക്ക് എന്താണെന്ന് നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പൊ ലിയോ, ഇത് നിങ്ങളുടെ ജൂൺ മാസത്തിന്റെ റീഡിംഗ് ആണ്. ഇത് ലിയോ സൺ സൈൻ, മൂൺ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് എടുക്കണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരിക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ലിയോ, ഇത് നിങ്ങളുടെ അഡ്വൈസ് ആണ്, നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ, ആൻഡ് നമ്മൾക്ക് നിങ്ങളുടെ ഔട്ട്കം ലാസ്റ്റിൽ കാണാം, എൻഡിൽ കാണാം. അപ്പോൾ ലിയോ, ഞാൻ കാണുന്നത് ജൂൺ മാസത്തിൽ ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ദ ഫൂൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ സ്റ്റാർട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അല്ല കരിയറിലാവാം, നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്യാനുള്ള പ്ലാനും ഉണ്ടാവാം. ഓക്കെ, അതും ആവാം. ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട്, ലീബ്ര എനർജിയാണ് അത്. അപ്പോൾ ഞാൻ കാണുന്നത് എവിടെയോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാർമിക് ജസ്റ്റിസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഇത് ശരിയായില്ല, ഇത് ഉണ്ടായത് ഒരു ഫെയർ ഒരു ഔട്ട്കം ആയിരുന്നില്ല. ഈ പേഴ്സൺ എന്നോട് ഇത് പറഞ്ഞത് അത് ആക്ച്വലി അൺഫെയർ ആയിരുന്നു. അതല്ല ഈ തീരുമാനം എൻ്റെ ബോസ് എടുത്തത് അത് ശരിയായിട്ടില്ല. അപ്പോൾ എന്തോ അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ മാസം ഞാൻ എല്ലാം ഒരു ബാലൻസ് വരണത് കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ കുറേ ഒരു ചീറ്റഡായി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഈ മാസം അങ്ങനെയല്ല. ഈ മാസം കുറേയും കൂടിയും ഒരു കാർമിക് ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ചിലവർ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഡിവോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു, ഇല്ല എന്തോ ഒരു ലീഗൽ സിറ്റുവേഷനിലായിരുന്നു വെച്ചാൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഈ മാസം ആവാം. ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. പക്ഷെ എന്തെങ്കിലും ഒരു വേറെ ലീഗൽ സിറ്റുവേഷൻ ആണെച്ചാലും ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. ഞാൻ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്, ബട്ട് എവിടെയോ നിങ്ങൾ സൈലൻറ്റുമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ അത്ര കണക്ട് ചെയ്യണില്ല ഈ മാസം. കുറച്ചൊരു സൈലൻ്റ്ലി കാര്യങ്ങൾ തനിച്ച് ചെയ്യണ എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ, പാസ്റ്റിൽ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കം ഉണ്ടായി. നിങ്ങളുടെ ലവ് ലൈഫിലാണ് ഇത് ഞാൻ കാണുന്നത്. ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ബട്ട് ഈ റിലേഷൻഷിപ്പ് കുറേ ടോക്സിക് ആയിരുന്നു. ഈ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ഇവിടെ സൺ എനർജി നിങ്ങളുടെ എനർജിയാണ്, ലിയോ എനർജി. സൺ ആക്ച്വലി ഒരു നല്ല ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കയറിയപ്പോൾ കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെല്ലാം നല്ല പോലെ മുമ്പോട്ട് പോകണ്ടായിരുന്നു റിലേഷൻഷിപ്പൊക്കെ. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എവിടെയോ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി, ഇത് ശരിയല്ല, ഈ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് ശരിയല്ല, ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയും കാണാണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു. അപ്പോൾ എന്തോ ഒരു കാര്യം പുറത്തു വന്നു. ഓക്കെ, അവരുടെ ട്രൂ ഫേസ്, അത് അവർ ഒളിപ്പിക്കണ കാര്യങ്ങളൊക്കെ, അവർ മറച്ചു വെക്കണ എല്ലാം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായി. ഞാനിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സെൽഫ് ലവ് എനർജിയിലാണ്, ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരണതും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ ഒരു പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജി പാസ്റ്റിൻ്റെ പേഴ്സൻ്റെ മാതിരി അല്ല. ഇത് കുറേ ഒരു ലവിങ് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആക്ച്വലി ഇവിടെ കുറേ ഹാപ്പിയാണ്. ഇപ്പം
പക്ഷെ നിങ്ങളുടെ എനർജിയിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേടി, ഇത് മുമ്പത്തെ മാതിരി തന്നെ ആവുമോ എന്ന ഒരു പേടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മുഴുവനെ ഓപ്പൺ അപ്പ് ആവണില്ല. ഈ പേഴ്സൺ കുറേ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ആവാൻ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണ പോലെ. 2 of Pentacles ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇവിടെ വേറെ ഒരു പേഴ്സണും കാണാണ്ട്, 3 ആൾക്കാരെ കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സും ഉണ്ടാവാം റിലേഷൻഷിപ്പിൽ. പേജ് ഓഫ് വോൺസ്. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഷുവർ അല്ല എന്താ വേണ്ടെന്ന്. സിംഗിൾ ആയിട്ടാണോ, ഇല്ലച്ചാ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ടിയിട്ട് ശരിയാവോ, ഏത് പേഴ്സൻ്റെ കൂടെയാണ് എൻ്റെ ഫ്യൂച്ചർ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒരു തീരുമാനം നിങ്ങളെ അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 9 of Pentacles ആണ്. അപ്പം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നില്ല. അതല്ലച്ച് നിങ്ങൾ റെഡി അല്ല കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേറെ കുറേ ചോയ്സസും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു സ്റ്റേബിൾ എനർജിയും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി എന്താ വേണ്ടെന്ന് അറിയില്ല. സെറ്റിൽ ഡൗൺ ആവണോ, ഞാൻ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡിയാണോ, ഇത് ശരിയാവോ, അങ്ങനെയൊക്കെ കുറേ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ അഡ്വൈസ് 4 of Cups ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 of Cups ഒരു ടോട്ടലി ഡിസിൻട്രസ്റ്റഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ലൈഫിൽ വരണത് കുറേ പുതിയ ബിഗിനിങ്സ് ആണ്. പക്ഷെ നിങ്ങൾ അത്ര അതിനെ മൈൻഡ് ചെയ്യണില്ല. നിങ്ങൾ ഇവരെയൊക്കെ റിജക്റ്റ് ചെയ്യണോ, അതല്ല വെച്ചാൽ നിങ്ങൾ അത്ര ശ്രദ്ധിക്കണില്ല അവിടെ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ റെഡി അല്ല എന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് ഇവിടെ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ചാൻസ് കൊടുക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ വരണ ആൾക്കാരെയൊക്കെ നല്ലൊരു സ്റ്റേബിൾ എനർജിയിലാണ് വരണത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ ഒരു സ്ലോ മൂവിങ് എനർജിയാണ് ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളോട് യൂണിവേഴ്സ് മെല്ലെ മുമ്പോട്ട് പോകാനാണ് പറയണത്. ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വർക്കൗട്ട് ആയിണ്ടാവില്ല. പറഞ്ഞാൽ അത് വർക്കൗട്ട് ആയില്ല പാസ്റ്റിൽ, ബട്ട് ഇതൊരു ഡിഫറെൻ്റ് ഒരു എനർജിയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ റെഡിയാണ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ നിങ്ങൾ റെഡിയാണ്. ആ ഫിയറിൻ്റെ കാരണം, പേടിയുടെ കാരണം മുമ്പോട്ട് പോവാനിരിക്കാണ്ട് പറഞ്ഞാൽ അതിൻ്റെ പേടി കാരണമാണ് നിങ്ങൾ മുമ്പോട്ട് പോവാത്തത് വെച്ചാൽ അത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ 9 of Swords ആണ് നിങ്ങളുടെ ഔട്ട്കം. കുറേ സ്ട്രെസ്സ്, കുറേ ആങ്സൈറ്റി കാണാണ്ട്, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ഇപ്പോൾ വേഗം മുമ്പോട്ട് പോകാൻ പോകുന്നുണ്ട്. കുറേ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിനെ ഡിലേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവും. അപ്പോൾ റെഡി ആവുക ലിയോ. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഡെസ്റ്റിനി ആണ് പുതിയ ആൾക്കാരെ കൊണ്ടുപോകണേ. നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്യും ഇവരെ. ആൻഡ് ആ സമയത്ത് നിങ്ങൾ കുറച്ചൊരു ഷുവർ അല്ലാത്ത എനർജിയിലാണ് ഞാൻ കാണുന്നത്. വാട്ട് ഡു യു നീഡ് ടു റിലീസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തോ റിലീസ് ചെയ്യാണ്ട്. എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ കാരണമാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. യൂണിവേഴ്സ് നിങ്ങളോട് അതിനെ റിലീസ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷനിൽ കൂടുതൽ ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.